ഞാനും മറുപടി ബുക്കി ബിന്താങ്ങിലേക്ക് വന്നതാണ്. നല്ല തിരക്കാണ് കേട്ടോ ബുക്കി ബിന്താങ്ങിൽ. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടായിരിക്കും ഇത്രയധികം ആൾക്കാർ. അതുകൂടാതെ തന്നെ പല പല കടകളും പല പല ആക്ടിവിറ്റീസും ഒക്കെ ബുക്കി ബിന്താങ്ങിൽ ഭയങ്കര ആക്റ്റീവാണ്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും അന്വേഷിക്കുന്ന സാധനമാണ് പാമ്പ്. ഇവൻ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ തന്നെ പാമ്പ് അവിടെ കാണാം, പാമ്പ് അവിടെ കാണാമെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തായാലും ലൊക്കേഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അവർ നേരത്തെ ഉണ്ടായിരുന്ന മക്ഡൊണാൾഡ്സിൻ്റെ ഫ്രണ്ടിലായിരുന്നു, ഇപ്പോൾ ഹോങ്ലോങ് ബാങ്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും മഞ്ഞ കളറും കറുപ്പ് കളറൊക്കെ ആയിട്ട് പല 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 പാമ്പുകളെ കാണാം. അങ്ങനെ മൊത്തത്തിൽ ആകെ ആഘോഷമാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ പാമ്പിനെയൊക്കെ കണ്ട് നേരെ പോയത് കുനാഫ ഫിംഗേഴ്സിലേക്കാണ്. കുനാഫ ഫിംഗേഴ്സിലാണ് ഈ ദുബായ് ചോക്ലേറ്റ് കിട്ടുന്നത് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ പിസ്താച്ചിയോ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ അത് വച്ച് തരുന്ന സംഭവമാണ്. സംഭവം പൊളി ആയിട്ടാണെന്നാണ് പറയുന്നത്. നല്ല തിരക്കാണ് ഇത് വാങ്ങാനായിട്ട്. ഞങ്ങളവിടെ ചെന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ക്യൂ. ടിക്ടോക്കിൽ വൈറലായ സാധനം അതെ, ഭയങ്കര ക്യൂ ആണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഓരോന്നായിട്ട് പരീക്ഷിക്കാം. അതെ, കഴിച്ചു നോക്കാം. എന്തായാലും വന്നിട്ട് സംഭവം പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ 2 ചോക്ലേറ്റിന് ഇടയ്ക്ക് നമ്മുടെ പിസ്ത പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്തായാലും സംഭവം കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. ആ തിരക്കിനുള്ള ടേസ്റ്റൊന്നും ഇതിനില്ല. പക്ഷേ ഒരു ഫണ്ണിന് വേണ്ടി കഴിക്കാം. ഒരു ചോക്ലേറ്റിൻ്റെ രുചി കിട്ടും, നമ്മുടെ കാഡ്ബറീസൊക്കെ കഴിക്കുന്ന പോലെ.